നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 34:10. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഈ വചനത്തിൽ പറയുന്നത് യഹോവയെ അന്വേഷിക്കുന്നവരെ കുറിച്ചാണ്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല എന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയാൽ, അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിച്ചാൽ അത് നടക്കുമെന്ന് ഒരുപാട് പേർ പറഞ്ഞും കേട്ടുമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരു മകൻ വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടി അത്രത്തോളം ആഗ്രഹിച്ച ഒരു അമ്മയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. തൻ്റെ മകൻ എവിടെയും എത്തില്ല എന്ന് പലരും പറഞ്ഞിടത്തു നിന്നും താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തലത്തിലേക്ക് തൻ്റെ മകനെ എത്തിച്ച ഒരു അമ്മയുടെ വിജയം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലീലാമ്മ തോമസ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടുന്നാണ്? ചെങ്ങന്നൂർ. ഓക്കെ ആൻറ്റി. ഓക്കെ ആൻറ്റി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ആൻറ്റി അങ്കിൾ മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചെത്തിയും മുറിച്ചും കളയുന്നത് ആർക്കാണ് ആഹാരമാകുന്നത്? ഭൂമിയിലെ മൃഗങ്ങൾക്കും കഴികൾക്കും. നമ്മുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് പർവ്വതങ്ങളിലെ ഇര പിടിക്കുന്ന പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും. കറക്റ്റാണ് കേട്ടോ, നല്ല ആൻസർ കറക്റ്റാണേ. ഓക്കെ ആൻറ്റി, ഇതൊരു പാട്ട് പാടുന്നുണ്ടോ? ആ, എന്താ ആൻറ്റി? ആണോ? ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ, എൻ ജീവിത പാരങ്ങളാൽ കേഴണമോ ഈ പൂവിൽ, എൻ വേദന മാറിയിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിയിടുമേ, അങ്ങേ മാറിൽ ചാരിയിടുമ്പോ ഞാൻ എന്തു ഭാഗ്യവാനായി, അങ്ങേ മാറിൽ ചാരിയിടുമ്പോ ഞാൻ എന്തു ഭാഗ്യവാനായി. നന്നായിരുന്നു, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: അവയാൽ പക്ഷികളും മൃഗങ്ങളും ഉപജീവിക്കുന്നത് ഏതു സമയത്താണ്? വേനൽക്കാലത്തും വർഷകാലത്തും. അതെ, പക്ഷികൾ വേനൽക്കാലത്തും മൃഗങ്ങൾ ശൈത്യകാലത്തും. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? അതെ, ദാനിയേലിനെ പറ്റി പറയാം. ദാനിയേൽ. ഓക്കെ, പറഞ്ഞോളൂ ആൻറ്റി. ദാനിയേല് എബ്രായ ബാലന്മാര് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ഒരു എബ്രായ ബാലന്മാരിൽ ഒരാളായിരുന്നു. ദാനിയേലിന്റെ അവന്റെ സൗന്ദര്യവും പുഷ്ടിയും കോമളത്വവും കണ്ട് രാജാവ് അവനിൽ ആകൃഷ്ടനായി അവനെ അവിടുത്തെ ഭരണ കാര്യങ്ങൾക്ക് അവനെ നിയമിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവനെ ഒരു മാസം 10 മാസത്തേക്ക് അവനെ പരീക്ഷിക്കാൻ രാജാവിന്റെ ഭോജനം കൊടുത്ത് അവനെ കുറ്റപ്പെടുത്തണമെന്ന് ക്ഷണാധിപന് ഓർഡർ കൊടുത്തിരുന്നു. പക്ഷെ അവനുണ്ടല്ലോ, അവരുടെ വീഞ്ഞും അവരുടെ ആഹാരവും കൊണ്ട് അവന്റെ ശരീരത്തെ മലിനമാക്കിയിരുന്ന് ഹൃദയത്തിൽ ചിന്തിച്ച് ക്ഷണാധിപനോട് പറഞ്ഞു, എനിക്ക് ശാഖപദാർത്ഥവും പച്ചവെള്ളവും മതിയെന്ന്. അവിടെ എത്ര നല്ല പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും നല്ല സാധനങ്ങൾ കിട്ടിയിട്ടും അവൻ അതെല്ലാം ആകൃഷ്ടമാകാതെ അവന്റെ ശരീരത്തെ മലിനമാക്കാതെ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു.
ആ ദൈവവൈതലായി ജീവിച്ചു. അതാണ് അവന്റെ പ്രത്യേകത. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? 3 നേരം അവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. യെരൂശലേമിന്റെ കിളിവാതിൽ തുറന്നിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് 3 നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന കണ്ടപ്പോ അവന്റെ പുഷ്ടി അരവൊക്കെ കണ്ടപ്പോ അവനെ ഏറ്റവും ഉന്നതനാക്കിയിട്ട് അതാണ് ചെയ്യുന്നത്. അവനെ ഉണ്ടല്ലോ ഷണ്ണാധിപൻ അവനെ അവന്റെ സ്നേഹിതന്മാരവനെ കൊല്ലാൻ വേണ്ടിയിട്ട് സിംഹങ്ങളുടെ കുഴിയിലിടാൻ പറഞ്ഞു. രാജാവിനോട് കൽപ്പിച്ചു. സിംഹക്കുഴിയിലിട്ടിട്ടും ദൈവം അവന്റെ വിശുദ്ധി കൊണ്ടും അവന്റെ ദൈവ സ്നേഹം കൊണ്ടും അവനെ വിടുവിച്ചു. അപ്പൊ ഒരു മനുഷ്യനെ വിശുദ്ധിയിലും ദൈവ ഭയത്തിലും ജീവിച്ചാല് സിംഹക്കുഴി വന്നാലും തീച്ചൂള വന്നാലും എന്ത് സംഭവിച്ചാലും ഏത് ശോധന വന്നാലും അതിൽ നിന്ന് വിടുവിക്കാൻ സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ടെന്ന് അറിവായി. ഓക്കെ, എന്തായാലും വളരെയധികം വിശദീകരിച്ചു ആൻറ്റി സംസാരിച്ചു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലം ഏതാണ്? അതെ, കറക്റ്റാണ്, സിയോൻ പർവ്വതം. ഇനി ഈ ബൈബിളിലെ ഒരു വചനം പറയാമോ? ഏതെങ്കിലും ഒരു വചനം. ദൈവത്തെ അറിയുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം, സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് വിശേഷതയുള്ളവരായ ജനത കൊണ്ടുവരുന്നത് എന്താണ്? യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച. അതെ, ആൻസർ കറക്റ്റാണ്. യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കറക്റ്റാണ് കേട്ടോ. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഇപ്പോൾ ലീലാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു അമ്മയുടെയും മകൻ്റെയും ചെറിയൊരു സ്റ്റോറിയാണ് പറയുന്നതെന്ന്. അപ്പോൾ മകൻ്റെ പേര് ലൂയിസ് എന്നാണ്. മകൻ ജനിച്ചു 3 വയസ്സിനുള്ളിൽ തന്നെ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മകന് പെട്ടെന്ന് തന്നെ കാഴ്ചശക്തി നഷ്ടമായതോർത്ത് ഈ അമ്മ വളരെയധികം ദുഃഖിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരിക്കൽ പോലും തൻ്റെ മകന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഈ അമ്മ കരുതിയിരുന്നില്ല. എങ്കിൽ പോലും തൻ്റെ മകന്, കാരണം വളരെയധികം കാലങ്ങൾക്ക് മുൻപാണ്, അപ്പോൾ പെട്ടെന്ന് മകന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടാൽ ഇനി മകൻ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്, താൻ ആഗ്രഹിക്കുന്ന നിലയിൽ മകന് വളർന്നു വരുവാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളായിരുന്നു ഈ അമ്മയുടെ മനസ്സിൽ. അങ്ങനെ 3 വയസ്സുള്ളപ്പോഴേ ലൂയിസിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എങ്കിലും എങ്ങനെയും അവൻ ചുറ്റുപാടുള്ള എല്ലാത്തിനോടും പൊരുതി ജീവിക്കണം എന്നൊരു ദൃഢനിശ്ചയം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ അവന് പ്രീ KGയിൽ ചേർക്കേണ്ട സമയമായപ്പോൾ അവൻ കൊണ്ടു ചേർത്തു. അവിടെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് കൊണ്ട് ചേർത്തപ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ അവൻ ക്ലാസ്സിന് പോയി. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്കൂളിലെ മിസ്സ് ഈ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന് കാഴ്ചശക്തി കുറവാണ്, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, നിങ്ങളുടെ മകന് ഒരുപാട് പരിമിതികളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പെരുമാറണമെന്ന് ഈ അമ്മയോട് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഈ സ്കൂളിൽ പറ്റില്ല, എത്രയും വേഗം മറ്റൊരു സ്കൂളിലേക്ക് മകനെ ചേർത്താൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, ഇവിടെ ഇങ്ങനെ കാഴ്ച പരിമിതികളുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള മറ്റ് സജ്ജീകരണങ്ങളൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ അമ്മയ്ക്ക് വളരെയധികം ദുഃഖമായി. കാരണം താൻ ആഗ്രഹിച്ചത് തൻ്റെ മകൻ വളരെയധികം ഉയർന്ന നിലയിലെത്തണം, നല്ലതുപോലെ പഠിക്കണം, നല്ലൊരു പൊസിഷനിലെത്തണം, ഇതൊക്കെ ഈ അമ്മ ആഗ്രഹിച്ചതാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം തന്നെ അതൊന്നും അവൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് ആ ഒരു മിസ്സ് പറയാതെ പറഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് വളരെയധികം ദുഃഖമായി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. മകനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ എങ്ങനെയും എവിടെയെങ്കിലും മകന് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് മകനെ കൊണ്ട് ചേർക്കുക, അവിടെ മകനെ തുടർന്ന് പഠിപ്പിക്കുക. ഇതിനു വേണ്ടി ഈ അമ്മ ഒരുപാടെടുത്തു അന്വേഷിച്ചു. തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് തിരഞ്ഞു. അങ്ങനെ തിരക്കി കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കാഴ്ചശക്തി കുറവുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇടമുണ്ടെന്ന് ഈ അമ്മ അറിയുന്നത്.
അങ്ങനെ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ച് മകനെ കൊണ്ട് അവിടെ പഠിപ്പിക്കുവാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കി. അങ്ങനെ അന്വേഷിച്ചത് പാരീസിലുള്ളൊരു സ്ഥലമായിരുന്നു. പാരീസിലെ ബ്ലൈൻഡ് പേഴ്സൺസിന് പഠിക്കാനുള്ളൊരു സ്കൂളിലാണ് മകനെ കൊണ്ട് ചേർത്തത്. അവിടെ അമ്മ ആഗ്രഹിച്ച നിലയിൽ തന്നെ മകനെ പഠിപ്പിക്കുവാൻ സാധിച്ചു. ആദ്യ കാലഘട്ടങ്ങളിൽ അമ്മയ്ക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു, മകനും ബുദ്ധിമുട്ടായിരുന്നു. കാരണം കാഴ്ചശക്തി ഇല്ലാത്തത് മകനും ഒരു പ്രശ്നമായി തീർന്നു. കാരണം ഇത് താൻ കാരണം അമ്മ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, അമ്മയ്ക്കിതൊരു താനൊരു പ്രശ്നമായി തീരുമോ, ഇങ്ങനെയുള്ള ഒരു ചിന്തകളും ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ ആ മകൻ്റെ മനസ്സിന് വന്നു തുടങ്ങി. പക്ഷേ അമ്മ ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നൽകി ഈ മകനൊരു ആത്മധൈര്യം നൽകി. ആ ആത്മധൈര്യം അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടയായി. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അനന്ത്. അനന്തു എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാൻ, അച്ഛൻ, അമ്മ. അനന്തവും അച്ഛനും അമ്മയും അല്ലേ. ഓക്കെ. അനന്തു എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുവാണോ, പഠിക്കുവാണോ? പ്ലസ് വണ്ണിലാണല്ലേ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോവാബ് നിലവിളിക്കുന്നത് എന്തിനെ ചൊല്ലിയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മോവാബ് നിലവിളിക്കുന്നത് എന്തിനെ ചൊല്ലിയാണ്? അതെ, കറക്റ്റാണ്. നെബോയെയും മേദേബയെയും ഓർത്ത്. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ. അനന്തു പാട്ട് പാടാറുണ്ടോ? നിങ്ങളൊരു പാട്ട് പാടാമോ? എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്ത് ചെയ്യേണ്ടു നിനക്കേശു പരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഹലോ, കുറച്ചും കൂടെ പാടായിരുന്നു കേട്ടോ. പാടിക്കോളൂ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്ന സ്തുതി പാടിടുന്നേ ദേവ സ്തുതി പാടിടുന്നേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നന്നായിരുന്നു കേട്ടോ. നല്ല പാട്ടാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. അതാണ് ഞാൻ കുറച്ചും കൂടെ പാടാൻ പറഞ്ഞത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഹെഷ്ബോന്റെയും എലയാലയുടെയും നിലവിളിയുടെ ശബ്ദം എവിടെ വരെയാണ് കേട്ടത്? എവിടെ വരെ? അതെ, ആൻസർ കറക്റ്റാണ്, എഹസ് വരെ. ഇനി മൂന്നാമത്തെ ചോദ്യം, മോവാബിൻ്റെ ആയുധപ്പാണികൾ അലമുറയിടുന്നത് എന്തുകൊണ്ടാണ്? ഹെഷ്ബോന്റെയും എലയുടെയും നിലവിളിയുടെ ശബ്ദം എഹസ് വരെ കേട്ടതുകൊണ്ട്. അതെ, കറക്റ്റാണ്. ഹെഷ്ബോന്റെയും എലയാലയുടെയും നിലവിളിയുടെ ശബ്ദം എഹസ് വരെ കേട്ടതുകൊണ്ട്. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ. ഇനി ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനം പറയാമോ? ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. നല്ലൊരു അനുഗ്രഹപ്പെട്ട ഒരു വചനമാണ്. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം, എവിടെയുള്ള ജലാശയങ്ങളാണ് വറ്റിയിരിക്കുന്നത്? നിമ്രീമിലെ. കറക്റ്റാണ് കേട്ടോ ആൻസർ, നിമ്രീമിലെ. ഓക്കെ. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അനന്തു ആണ് വിളിച്ചത്. അനന്തു എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തു. അതുപോലെ തന്നെ ഒരു പാട്ട് പാടി, ബൈബിളിലൊരു വചനം പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലൂയിസിനെയും അമ്മയെയും കുറിച്ചാണ്. അങ്ങനെ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ, പാരീസിലെ ഒരു സ്കൂളിൽ മകനെ ചേർത്തു. ആദ്യകാലങ്ങളിൽ അമ്മ എങ്ങനെയായിരിക്കും തൻ്റെ മകൻ മറ്റുള്ള കുട്ടികളോട് അഡ്ജസ്റ്റ് ചെയ്യുക, അവിടെ മകനെ പോലുള്ള മറ്റൊരുപാട് കുട്ടികളുണ്ട്, എങ്ങനെയായിരിക്കും ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ ഓർത്ത് അമ്മയ്ക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് അവനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ഓരോരുത്തരും പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ ഈ അമ്മ ഓർത്തു. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ എങ്ങനെയും വിജയിച്ചു കാണിക്കുക, ഇത് മാത്രമായിരുന്നു ഈ അമ്മയുടെ മനസ്സിലെ ദൃഢനിശ്ചയം. കാരണം ഇത്രയും സ്കൂളിൽ കൊണ്ട് ചേർത്താലും പഠിപ്പിച്ചാലും അവൻ കാഴ്ചപരിമിതിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് ആ നിലയിൽ ആകില്ല എന്നാണ് പലരും പറഞ്ഞത്. പക്ഷേ ഈ അമ്മയ്ക്കൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. താൻ ശ്രമിച്ചാൽ തൻ്റെ മകന് നല്ലൊരു ഉയർന്ന പൊസിഷനിലെത്താൻ പറ്റും, താൻ ആഗ്രഹിക്കുന്ന നിലയിൽ തൻ്റെ മകൻ വളർന്നു വരും എന്നൊക്കെ ഈ അമ്മയ്ക്ക് പൂർണ്ണമായൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉറപ്പിന്മേൽ അമ്മ ഓരോ ദിവസവും ഓരോ കഥകളും ഓരോ കാര്യങ്ങളും ചുറ്റുപാടുമുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെയും ഈ മകന് പറഞ്ഞു കൊടുക്കും. അതിനോടൊപ്പം തന്നെ അവന് പഠിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ അമ്മ ചെയ്തു കൊടുത്തു. അതിനാൽ തന്നെ അവൻ്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവൻ അവൻ പഠിക്കുന്ന സ്കൂളിൽ ഏറ്റവും മികച്ച ഒരു കുട്ടിയായിട്ട് വളർന്നു വരുവാനിടയായി. വലിയൊരു കാഴ്ച പരിമിതി ഉണ്ടായിരുന്നിട്ട് പോലും അവൻ ആ സ്കൂളിൽ നിന്നും നല്ല മാർക്കോട് കൂടി പാസ്സായി. അവൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നല്ലൊരു ജോലി അവന് കരസ്ഥമാക്കുവാനും സാധിച്ചു. അപ്പോൾ ഇവിടെ അവൻ വളരെയധികം ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ച പരിമിതിയുള്ളൊരു കുട്ടിയായിട്ട് കാഴ്ച അവന് നഷ്ടപ്പെട്ടു. എങ്കിൽ പോലും തനിക്കിനി ഒന്നും നേടുവാൻ, തൻ്റെ മകനെ കൊണ്ട് ഒന്നും നേടുവാൻ സാധിക്കില്ല എന്ന് ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞിട്ടും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അമ്മയുടെ ആത്മവിശ്വാസവും ആ പ്രയത്നവും ദീർഘവീക്ഷണവും ഒക്കെയാണ് ഈ കുട്ടിയെ അത്രയും ഉയരത്തിലെത്തിച്ചത്. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നാൽ, നമ്മളെക്കൊണ്ട് കഴിയില്ല എന്ന് ചുറ്റുമുള്ള പലരും പറഞ്ഞാലും ഇത് എന്നെക്കൊണ്ട് കഴിയും എന്നൊരു ഉറപ്പോടുകൂടി നമ്മൾ മുൻപോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും നടക്കും. കാരണം നമുക്ക് ചിലപ്പോൾ ചില കഴിവുകൾ കാണാം, ചിലപ്പോൾ ചില കഴിവുകൾ കാണില്ല. ചുറ്റുമുള്ളവർ പറയും നിന്നെക്കൊണ്ടത് ചെയ്യുവാൻ സാധിക്കില്ല, നിനക്കത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാലും ഇല്ല, അതെന്നെക്കൊണ്ട് സാധിക്കും, അത് എങ്ങനെയും എന്നെക്കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു ഉറപ്പോടു കൂടി നമ്മൾ മുൻപോട്ട് പോയാൽ, എന്ത് കാര്യങ്ങളും വളരെയധികം ഹാർഡ് വർക്ക് എടുത്ത് മുൻപോട്ട് പോയാൽ നമുക്കത് ചെയ്തെടുക്കുവാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ചില കഴിവുകൾ എനിക്കില്ലായിരുന്നു, പക്ഷേ ഞാൻ നിരന്തരം പരിശ്രമിച്ചത് കൊണ്ട് എനിക്കത് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് ഒരുപാട് പേർ പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എവിടെയാണോ നമ്മളെ കുറ്റം പറയുന്നത്, ആരാണ് നമുക്ക് ഇന്ന കഴിവില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുകയോ പഠിക്കില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുകയോ അങ്ങനെയൊക്കെ കുറ്റം പറയുന്നതിന് മുൻപിൽ ഇല്ല, അങ്ങനെയല്ല, എനിക്കിത് സാധിക്കുമെന്ന് നമ്മൾ എപ്പോഴും തെളിയിച്ചാൽ അവിടെയായിരിക്കും നമ്മുടെ വിജയം. നമുക്കിനി അവസാനമായിട്ടൊരു കോളും കൂടി വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ്. സാറാമ്മ ജോസഫ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം പുല്ലരിക്കുന്ന്. കോട്ടയം പുല്ലരിക്കുന്ന് അല്ലേ? ഓക്കെ. അതെ. എൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിലിപ്പോ എന്റെ മോനുണ്ട്, മോളുണ്ട്, കൊച്ചുമോളുണ്ട്. ഓക്കെ, എല്ലാരും ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഫ്രൈമിൽ നിന്നും ദമ്മേശെക്കിൽ നിന്നും ഇല്ലാതാകുന്നത് എന്താണ്? കോട്ടയും രാജ്യത്വവും ഇല്ലാതെയാകും. കോട്ടയും രാജ്യത്വവും ഇല്ലാതാകും. കറക്റ്റാണ് ആൻസർ കേട്ടോ. കോട്ടയും രാജ്യത്വവും. ഓക്കെ. ആൻറ്റി പാട്ട് പാടുന്നുണ്ടോ? പാടാലോ. ദൈവത്തിൻ പൈതലേ നിന്റെ ജീവിതകാലം ആദിൽ ഓരോരോ ഭാരങ്ങളാലേ ഭാരം വാലയിടുമ്പോൾ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊൾ യേശുമേൽ നിൻ കായ്ക്കാരുത്തുന്നുണ്ടാവൻ. ഹലോ. ഹലോ, നല്ല പാട്ടായിരുന്നു കേട്ടോ ആൻറ്റി. താങ്ക് യു. ഞാൻ വിചാരിച്ച ആൻറ്റി കുറച്ചും കൂടെ പാടുന്നു, ഞാൻ ആ പാട്ടിലങ്ങ് ലയിച്ചു പോയി.
നല്ല അയ്യോ, ഞാൻ പാട്ടായിരുന്നു. 4 പേരും കൂടെ പാടണമെന്ന് വിചാരിച്ചു, സമയം കാണൂലെന്ന് വിചാരിച്ചിട്ട്. ആണോ? ഓക്കെ, നമുക്ക് ആ അടുത്ത ഇനി ആകട്ടെ. ക്വസ്റ്റ്യനിലേക്ക്. എന്താ ആൻറ്റി? ഇനി പാടുമ്പോഴാകോ ആ, ഓക്കെ. കുറച്ചുകൂടെ പാടാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആ നാളിൽ മഹത്വം ക്ഷയിക്കുകയും ശരീരബലം കുറഞ്ഞു പോവുകയും ചെയ്യുന്നത് ആരുടെയാണ്? യാക്കോബിന്റെ മഹത്വം. യാക്കോബിൻ്റെ മഹത്വം. അത് ആൻസർ കറക്റ്റാണ്, യാക്കോബിൻ്റെ മഹത്വം. ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയാമോ? ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി? അതെ, ഒരുപാട് പേര്. അബ്രഹാമിനെ കുറിച്ച് പറയാം. പറഞ്ഞോളൂ. അബ്രഹാമിന്റെ വിശ്വാസം മൂലം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുവാൻ തക്കവണ്ണം അത്ര വലിയൊരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു അബ്രഹാം. യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിച്ച്, നിന്റെ സ്വന്തം ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പോൾ മുൻപും പിൻപും നോക്കാതെ എന്തെന്നറിയാതെ അബ്രഹാം യാത്ര പുറപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് നമ്മളാണെങ്കിൽ അല്പം ചിന്തിക്കും, സ്വന്തം ജനം പിതൃഭവനം എല്ലാം വിട്ടു പോവുക എന്ന് പറഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മുൻപിലുള്ളത് പറയുന്ന ആള് അത്ര വിശ്വസ്തനാണ്, അത്ര നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ആളാണെന്നുള്ളത് കൊണ്ടാണ് അബ്രഹാം അങ്ങ് പോയത്. നമുക്ക് അത്രത്തോളം വിശ്വാസം ഇല്ല എന്ന് ഖേദത്തോടെ പറയട്ടെ. പിന്നെ അബ്രഹാം എന്നോട് തന്റെ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണമെന്ന് പറയുന്ന സമയത്ത് പ്രസവിച്ച മാതാവിനോട് പോലും ഒരു വാക്ക് പറയാതെ അതിരാവിലെ പൈതലുമായിട്ട് യാഗത്തിന് വേണ്ട എല്ലാ സാമഗ്രികളുമായിട്ട് പുറപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. പോകുന്ന വഴിയില് യാഗസ്ഥലത്തോട് അടുക്കുമ്പം മോറിയാമലയ്ക്ക് അടുക്കുന്ന സമയത്ത് ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പൊ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗവസ്തു എവിടെയെന്ന് ചോദിക്കുന്നതായ സമയത്ത് ഏത് പിതാവിന്റെയും ഉള്ളുലഞ്ഞു പോകുന്നൊരു ചോദ്യമായിരുന്നു അത്. എന്നാല് തന്റെ ഉള്ളിലെ ബുദ്ധിമുട്ട് മകനെ അറിയിക്കാതെ അപ്പോഴും അവിടെ ഒരു വിശ്വാസത്തിന്റെ വാക്കാ പറയുന്നത്, യഹോവ കരുതിക്കൊള്ളൂ എന്ന്, യഹോവ ഈരെ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അബ്രഹാം കാണാതെ പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ ദൈവം കരുതുന്നതായിട്ടും ഒരു ആട്ടിൻകുട്ടിയെ അവിടെ യാഗമർപ്പിക്കാനായിട്ട് ബാലിനെ യാഗപീഠത്തിൽ കെടുത്തതിന് ശേഷം കത്തി ഉയർത്തുന്ന സമയത്ത് ആ ലാസ്റ്റ് മൊമെന്റിലാണ് ദൈവം പറയുന്നത്, അബ്രഹാമേ അബ്രഹാമേ ബാലിന്റെ മേൽ കൈവെക്കരുത്, കത്തി വെക്കരുത് എന്ന് പറയുന്നത്. ആ സമയം അവിടെയും ആ വിശ്വാസത്തിന്റെ വലിയ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അബ്രഹാമിന്റെ വിശ്വാസം. അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആര് സംസാരിച്ചത്. 2 ഇൻസിഡൻ്റാണ് അബ്രഹാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയണം. പക്ഷേ അതിൻ്റെ 2 കാര്യമാണ് പറഞ്ഞത്. അത് 2 വളരെയധികം വിശദീകരിച്ചും പിന്നെ ഇന്നത്തെ ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തി അതിൻ്റെ വളരെയധികം ക്ലിയറായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അടുത്ത ചോദ്യം. ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്ന ആ നാളിൽ മനുഷ്യൻ ആരെയാണ് അന്വേഷിക്കുന്നതും വിശ്വസിക്കുന്നതും? തന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം രക്ഷിതാവായ ദൈവത്തിങ്കിലേക്ക് യഹോവയിലേക്ക് ആ നാളിൽ മനുഷ്യൻ തിരിയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതെ, അതായത് നമ്മുടെ സ്രഷ്ടാവിനെയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ അല്ലേ? അതെ അതെ, അപ്പോൾ ആൻസർ കറക്റ്റാണ്. സ്രഷ്ടാവിനെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ. ആൻറ്റി പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ഇനി ഒരു ബൈബിളിലൊരു വചനം പറയാമോ ആൻറ്റി? ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല, ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കും. അതെനിക്കൊരു വലിയ ഒരു ഉറപ്പും ധൈര്യമുള്ള നല്ലൊരു വചനമാണ്. അതെ, നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ആ നാളിൽ മനുഷ്യൻ നോക്കാതെയും ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരെയാണ്? ആ നാളില് തന്റെ കൈവിരലുകൾ കൊണ്ടുണ്ടാക്കിയ ബലിപീഠങ്ങളിലേക്കും കൈപ്പണിയായ വിരുകളെ ഉണ്ടാക്കിയ ആശേര വിഗ്രഹങ്ങളിലേക്കും ആ നാളിൽ മനുഷ്യർ നോക്കാതിരിക്കും. അതെ, ആൻസർ കറക്റ്റാണ്. തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് നോക്കുകയില്ല, തൻ്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശോര പ്രതിഷ്ഠകളെയും സൂര്യബിംബങ്ങളെയും ബഹുമാനിക്കുകയുമില്ല. കറക്റ്റാണ് കേട്ടോ ആൻസർ.
താങ്ക് യു. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. സന്തോഷം. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇപ്പോൾ കോട്ടയത്ത് നിന്നും സാറാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ടുപാടി, നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ അമ്മയും മകനെയും കുറിച്ചുമാണ്. ആ അമ്മയുടെയും മകൻ്റെയും ദീർഘവീക്ഷണവും ഒരുപോലെ, അവർ രണ്ടുപേരും ഒരുപോലെ പ്രയത്നിച്ചതുകൊണ്ട് ആ മകന് കാഴ്ച പരിമിതിയൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നല്ലൊരു ഉയരത്തിലേക്ക് അവന് എത്തുവാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെയും ചുറ്റുമുള്ള ആരെങ്കിലും നിനക്ക് ഈ പരിമിതികളുണ്ട്, നിന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ നിന്നും അവരൊന്നും പറയുന്നത് ശ്രദ്ധിക്കാതെ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് അവിടെ ഒരു സക്സസ് ഉണ്ടാകും. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.